എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിലിൽ കണ്ടുപോലെ തന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ലവ് സ്റ്റോറിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ട് മതത്തിൽപ്പെട്ടവരാണ്. അതായത് അടുത്ത് ഇടപഴകുന്ന ആൾക്കാർ പോലും ഇവർക്ക് എന്താണ് ഭ്രാന്താണോ അല്ലെങ്കിൽ മാനസിക അസുഖമാണോ എന്ന് എനിക്ക് എൻ്റെ കണ്ണേട്ടൻ 100% പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ കണ്ണേട്ടന് ആയാലും ഞാൻ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വൈഫാണ്. ഹലോ കൂട്ടുകാരെ, അപ്പോൾ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തംബ്നെയിലിൽ കണ്ടുപോലെ തന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ലവ് സ്റ്റോറിയാണ്. അതായത് ഞങ്ങൾ രണ്ടുപേരും ലവ് സ്റ്റോറിയാണ്. ഞങ്ങളുടെ ലവ് സ്റ്റോറി പറയാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ട് മതത്തിൽപ്പെട്ടവരാണ് കേട്ടോ. ഞാൻ ക്രിസ്ത്യനും എൻ്റെ ഹസ്ബൻഡ് ഹിന്ദുവാണ്. ലവ് സ്റ്റോറി പറയാൻ പറഞ്ഞു 2-3 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് തൊട്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്നതാണ് ഈ ടൈമിൽ ഫെബ്രുവരി 14 പറയാമെന്നിങ്ങനെ വിചാരിച്ചായിരുന്നു. ആദ്യം നമുക്ക് ഞങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, എവിടെ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത് എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. ആദ്യമായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ്. അപ്പോൾ കോഴിക്കോട് വെച്ചിട്ട് ഞങ്ങൾ കണ്ടുമുട്ടുന്നു. അതും ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ ഞങ്ങൾക്കറിയില്ലല്ലോ ഇങ്ങനെ ഒരാളാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് എന്നൊന്നും അറിയത്തില്ലല്ലോ. അന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ ഞാനിങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് എൻ്റെ മതത്തിൽപ്പെട്ട ഒരാൾ കല്യാണം കഴിക്കണം, ആ ഒരു ക്രിസ്ത്യനെ കല്യാണം കഴിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ആളെ കണ്ടെത്തുന്നത് വരെ അത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ കണ്ടുമുട്ടുന്നത് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം വരെ എനിക്ക് ഇത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ ക്രിസ്ത്യനെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ, വേറൊരാളെ കല്യാണം കഴിക്കത്തില്ല. പ്രേമിക്കുവാണെങ്കിലും ക്രിസ്ത്യനെ തന്നെ പ്രേമിക്കുകയുള്ളൂ, കല്യാണം കഴിക്കുവാണെങ്കിൽ ക്രിസ്ത്യനെ കല്യാണം കഴിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ആ ഒരു മൈൻഡിൽ മൊത്തം സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണേട്ടനെ കണ്ടുമുട്ടിയതിന് ശേഷമാണ്. എൻ്റെ ഒരു ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ കണ്ടുമുട്ടുന്ന സമയം വരെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതായത് ആദ്യം ഇഷ്ടം ആണ് അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അല്ലെങ്കിൽ ഇന്നേ വരെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തു ഞങ്ങളിൽ ഒരു ഇഷ്ടമുണ്ട്. ആദ്യം കണ്ടുമുട്ടുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാസർഗോഡ് നിന്ന് കോഴിക്കോട് വരെ പോയി ഈ ഇങ്ങനെ കണ്ടുമുട്ടാൻ. അങ്ങനെയാണെങ്കിൽ പാലക്കാട് നിന്ന് കോഴിക്കോട് വരെ വന്നു എന്നെ കണ്ടുമുട്ടാൻ. അതൊക്കെ ഒരു ഇപ്പോഴും ഞാൻ ചിന്തിക്കുമ്പോൾ അതൊക്കെ ഒരു വിധി നമുക്ക്. അതായത് നിങ്ങളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവം നമ്മളെ തീരുമാനിച്ച ആൾ എവിടെയാണെങ്കിലും അത് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമുക്ക് വേണ്ടി തീരുമാനിച്ച ആൾ ആരാണെങ്കിലും ആ ടൈം ആകുമ്പോഴത്തേക്കും നമ്മുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ അന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ ഈ ആളാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നതെന്നൊന്നും അറിയത്തില്ലല്ലോ. ആദ്യം കണ്ടുമുട്ടിയ സമയത്ത് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. കാരണം പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം പൊതുവേ ഈ ആൺകുട്ടികളെ എനിക്ക് പൊതുവേ എന്താ പറയുക, എനിക്ക് പേടിയാണ് അവരോട് സംസാരിക്കാനും മിണ്ടാനും ഒക്കെ. എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ ഫ്രണ്ട്ലി ആവും, പക്ഷെ എന്നാലും എങ്ങനെയുള്ള ക്യാരക്ടറാണെന്ന് അറിയത്തില്ലല്ലോ. പക്ഷേ കണ്ണേട്ടനെ പരിചയപ്പെട്ട ആ ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി നല്ലൊരാളാണ് എന്നെനിക്ക് മനസ്സിലായി. കാരണം അവിടെ ഉണ്ടായിരുന്ന, അത് ഞാൻ ആ കോഴിക്കോട് ഉണ്ടായിരുന്ന സമയത്ത് കുറേ ആണുങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യസ്തരാണ് എനിക്ക് തോന്നി ഇവർ രണ്ടുപേരും, ദിലീപേട്ടനും കണ്ണേട്ടനും. അപ്പോൾ എനിക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നിയത് കണ്ണേട്ടനാണ്. അത് ആ ടൈമിൽ പ്രേമമല്ല കേട്ടോ, പ്രണയമല്ല, ഒരു എന്താ പറയുക, ഒരു അട്രാക്ഷനും അല്ല, ഒരു എന്താ പറയുക, ഒരു ഇഷ്ടം. അതായത് നമ്മളൊരു ഒരാളെ കാണുമ്പോൾ ഒരു വ്യക്തിത്വം, ആ ഒരു വ്യക്തിത്വത്തോട് നമുക്ക് തോന്നുന്നൊരു ഇഷ്ടമില്ലേ, അത് മാത്രം. അല്ലാണ്ട് ലവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പേഴ്സണലി എനിക്ക് ഇങ്ങനെ നല്ലൊരു ക്യാരക്ടറുള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എല്ലാവരെയും ഒരേപോലെ കാണുന്ന, അല്ലെങ്കിൽ നിറ വ്യത്യാസങ്ങളില്ലാത്ത, നിറങ്ങളോട് വലിയ ഇതില്ലാത്ത, അല്ലെങ്കിൽ ചില ആൾക്കാർ ഇങ്ങനെയാണല്ലോ, ആ പെണ്ണിനെ കാണാൻ രസമില്ല, അല്ലെങ്കിൽ എന്താ അവളെന്തിങ്ങനെ അഹങ്കാരം കാണിക്കുന്നത്, അങ്ങനെ ഒന്നുമല്ല. ഒരാളെ ഇവർ ജഡ്ജ് ചെയ്യില്ല, ഒരാളെയും ജഡ്ജ് ചെയ്യില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ മാറ്റി നിർത്തില്ല. എല്ലാവരും ഒരേപോലെയായിരുന്നു ഇവർ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരേപോലെയായിരുന്നു. എല്ലാവരോടും ഒരേപോലെയാണ്, എല്ലാവരോടും ഒരേപോലെ പെരുമാറും.
അങ്ങനെ അപ്പോൾ എനിക്ക് ഇവരുടെ വ്യക്തിത്വം എനിക്ക് പൊതുവേ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നീട് എപ്പോഴും ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടുതൽ എനിക്ക് നമുക്ക് കിട്ടാത്ത ആൾക്കാരാണ്. ഞാൻ വലിയ പൊക്കി അടിക്കുകയൊന്നുമല്ല, പക്ഷെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നല്ലൊരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നി. പിന്നീട് എപ്പോഴും ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് നടക്കാനും ഒരുമിച്ചിരിക്കാനും ഒരുപാട് സംസാരിക്കാനൊക്കെ തുടങ്ങി. ആ ടൈമിൽ ഇവർക്ക് ഭയങ്കര അംബിഷൻസൊക്കെ ആയിരുന്നു. എന്താ PSC എഴുതണം, PSC കിട്ടണം, PSCയിൽ പഠിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴും എനിക്കും തോന്നി ഇവർക്ക് കിട്ടും ഉറപ്പാണ്. കാരണം ഇവരുടെ നല്ല മനസ്സാണ്. ഒരു ദുശീലമോ അല്ലെങ്കിൽ ഒരു ആണുങ്ങളായ ഈ പെൺകുട്ടികളെ കാണുമ്പോൾ ചില ബാഡ് കമൻസൊക്കെ അടിക്കുമല്ലോ, അങ്ങനെ ഒരു ഇതുമില്ല. പെണ്ണുങ്ങളുടെ മുഖത്ത് ഫ്രണ്ട്ലി എന്നൊരിതല്ലാതെ മോശമായിട്ട് അവരിതേവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇന്നേ വരെ നോക്കിയിട്ടുമില്ല, ഒരു ടോക്കും കൊടുത്തിട്ടില്ല. ഒരിക്കലും ഒരു സ്ത്രീയെ മോശമായിട്ട് കാണുന്ന ആ ഒരു ഇതിൽ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്യാരക്ടറാണ്. എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് എപ്പോഴും ആ ഒരു സൗഹൃദം ഞങ്ങളിൽ പ്രണയമായിട്ട് മാറായിരുന്നു. നല്ലൊരു ക്യാരക്ടറാണ്. അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു കാഴ്ചപ്പാടെല്ലാം അതോടെ അങ്ങ് പൊട്ടിപ്പോയി. കാരണം ഞാൻ അന്നേ വരെ ചിന്തിച്ചിരുന്നത് ക്രിസ്ത്യനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ, അല്ലെങ്കിൽ സ്വന്തം മതത്തിലുള്ള ആൾക്കാരെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ, വേറെ ആളെ കല്യാണം കഴിക്കരുത്, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്.